കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന രാമനാട്ടുകര സ്വദേശിയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ്. സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്ന രോഗിയെ ഇന്നലെ രാത്രി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഐസൊലേഷൻ വാർഡിലേക്ക് മാറ്റി. പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിച്ചെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. പൂനെയിൽ നിന്നുള്ള ഫലം വന്നിട്ടില്ലെന്നും ഫലത്തിനായി കാത്തിരിക്കുകയാണെന്നും കെ മുരളീധരൻ വ്യക്തമാക്കി. ഇതിനിടെ വൈറൽ പനി മുതൽ ഷിഗല്ല വരെയുള്ള രോഗങ്ങൾ സംസ്ഥാനത്ത് പിടിമുറുക്കുകയാണ്. വയനാടും തിരുവനന്തപുരത്തും കോഴിക്കോടും കൊല്ലത്തും ഇന്ന് ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചു. സംസ്ഥാനത്ത് ഇതുവരെ 500-ലധികം ആളുകളിലാണ് ഷിഗല്ലയുടെ രോഗലക്ഷണങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്. അതിനിടെ എറണാകുളം ജില്ലയിൽ പനിബാധിതരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുന്നതും ആശങ്ക ഉയർത്തുന്നുണ്ട്. 2 ദിവസത്തിനിടെ 77 പേർക്ക് ഡെങ്കിപ്പനിയും സ്ഥിരീകരിച്ചു. വെസ്റ്റ് നൈൽ, H1N1 ഇൻഫ്ലുവൻസ് രോഗലക്ഷണങ്ങളോടെ നിരവധി പേരെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. മഴക്കാലം എത്തിയതോടെ സംസ്ഥാനം സാംക്രമിക രോഗങ്ങളുടെ പിടിയിൽ അമരുകയാണോ? നിപ്പയ്ക്കെതിരായ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കുന്നതിൽ ആരോഗ്യവകുപ്പ് പരാജയപ്പെട്ടോ? കാണാം RD Extra. രാമനാട്ടുകര നഗരസഭയിലെ താമസക്കാരനായ 43-കാരനാണ് നിപ വൈറസ് സ്ഥിരീകരിച്ചത്. രോഗം സ്ഥിരീകരിച്ചതോടെ രോഗിയെ ഇന്നലെ അർദ്ധരാത്രി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഐസൊലേഷൻ വാർഡിലേക്ക് മാറ്റി. മെഡിക്കൽ കോളേജിലെ ഈ മേഖലയിൽ കർശന നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. രോഗം ബാധിച്ചയാളുടെ വീട്ടിലുള്ളവരും സമ്പർക്കത്തിൽ വന്ന ബന്ധുക്കളും സ്വകാര്യ ആശുപത്രിയിലെ 2 ജീവനക്കാരും നിരീക്ഷണത്തിലാണ്. രോഗ ഉറവിടം കണ്ടെത്താനുള്ള പരിശോധനകളും തുടരുകയാണ്. സ്ഥിതിഗതികൾ വിലയിരുത്താനും പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാനുമായി ആരോഗ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. രോഗബാധിതന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. ഇതിനിടെ വയനാടും തിരുവനന്തപുരത്തും കോഴിക്കോടും കൊല്ലത്തും ഇന്ന് ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചു. ഇതോടെ ഷിഗല്ല ബാധിച്ച് ചികിത്സയിലുള്ളവരുടെ എണ്ണം 20ആയി. സംസ്ഥാനത്ത് ഇതുവരെ 500-ലധികം ആളുകളിലാണ് കണ്ടെത്തിയത്. അതേസമയം എറണാകുളം ജില്ലയിൽ പനിബാധിതരുടെ എണ്ണവും ക്രമാതീതമായി വർദ്ധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 11 ദിവസത്തിനിടെ ജില്ലയിൽ 6000-ലധികം പേർക്കാണ് പനി ബാധിച്ചത്. വെസ്റ്റ് നൈൽ, H1N1 ഇൻഫ്ലുവൻസ് രോഗലക്ഷണത്തിൽ 19 പേരും നിരീക്ഷണത്തിൽ കഴിയുകയാണ്. RD Extra ന്യൂസ് മലയാളം. നിപ്പ ബാധിച്ച് ചികിത്സയിലുള്ള രോഗിയുടെ ആരോഗ്യനിലയെക്കുറിച്ച് വൈരുദ്ധ്യ പ്രതികരണങ്ങളാണ് ആരോഗ്യമന്ത്രിയുടെയും കോഴിക്കോട് ജില്ലാ കലക്ടറുടെയും ഭാഗത്ത് നിന്നും ഇന്നുണ്ടായത്. രോഗബാധിതന്റെ ആരോഗ്യനില തൃപ്തികരമെന്നും പൂനെയിൽ നിന്ന് ഫലം വന്നിട്ടില്ലെന്നും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ പറഞ്ഞപ്പോൾ രോഗി അത്യാസന്ന നിലയിൽ തുടരുകയാണെന്നും പൂനെയിൽ നിന്ന് ഉച്ചയ്ക്ക് തന്നെ ഫലം വന്നെന്നുമായിരുന്നു കോഴിക്കോട് ജില്ലാ കലക്ടർ MS മാധവിക്കുട്ടിയുടെ പ്രതികരണം. അതിലേക്ക് പൂനെയിൽ നിന്നുള്ള റിസൾട്ട് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് വന്നിട്ടില്ല. എങ്കിലും നടത്തിയ എല്ലാ പരിശോധനകളിലും ആ പേഷ്യൻറ്റിന് നിപ സ്ഥിരീകരിച്ചിട്ടുണ്ട്. നിലവിൽ രോഗം ബാധിച്ച വ്യക്തിയെ ഇന്നലെ രാത്രി 12 മണിയോടുകൂടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ആ മാറ്റിയ സന്ദർഭത്തിലും ഒന്നും കാര്യമായിട്ടുള്ള തകരാറുകളൊന്നും ഉണ്ടായിട്ടില്ല. NIV പൂനെയിൽ നിന്ന് ഔദ്യോഗികമായിട്ട് റിപ്പോർട്ട് ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട്. വെന്റിലേറ്ററിലാണ് അദ്ദേഹം. മെഡിക്കൽ കോളേജിൽ ഐസൊലേഷൻ വാർഡിലാണ്, വെന്റിലേറ്ററിലാണ്. നിപ്പയുടെ ഭാഗമായിട്ടുള്ള ബാക്കിയുള്ള ആഫ്റ്റർ എഫക്ട്സ് ആണ്. അപ്പം നെക്സ്റ്റ് ലൈൻ ഓഫ് ട്രീറ്റ്മെന്റ് എന്താണെന്നുള്ളത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. നിപ്പയെക്കുറിച്ച് ആരോഗ്യമന്ത്രി കെ മുരളീധരന്റെ മുൻ പ്രസ്താവന സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പ്രചരിക്കുകയാണ്. LDF സർക്കാരിന്റെ കാലത്ത് നിപ്പ സ്ഥിരീകരിച്ചത് ഭരിക്കുന്നവർ ശരിയല്ലാത്തതുകൊണ്ട് എന്നായിരുന്നു കെ മുരളീധരന്റെ പരാമർശം. അതിലേക്ക് അതാണ് പണ്ട് കാലത്ത് ചൊല്ലുണ്ട്, എണ്ണം കെട്ടവൻ നാട് ഭരിച്ചാൽ നാട് മുടിയും. ഓണാഘോഷിച്ചിട്ട് കാലം മറന്നു. ഇതുവരെ കേൾക്കാത്ത രോഗങ്ങൾ നിപ ഈ വവ്വാലാണത്രേ ഈ നിപ പരത്തുന്നത്. എന്താ കെ കരുണാകരനും AK ആന്റണിയും ഉമ്മൻചാണ്ടിയും ഭരിച്ച കാലത്തൊന്നും വവ്വാലുണ്ടായിരുന്നില്ല. ഇപ്പോഴെന്താ ഇത് രോഗം പരത്താൻ കാരണം? ഭരിക്കുന്നതും ശരിയല്ല, അതുകൊണ്ട് തന്നെയാണ്. നിപയും കോവിഡും ഒന്നും വരുന്നത് ഏത് ഗവൺമെന്റാണ് ഭരിക്കുന്നത് എന്ന് നോക്കിയല്ലെന്ന് മുൻ ആരോഗ്യമന്ത്രി KK ശൈലജ പറഞ്ഞു. നിലവിൽ കേരളത്തിലെ ആരോഗ്യ സംവിധാനം നിപയെ നേരിടാൻ സുസജ്ജമാണെന്നും KK ശൈലജ പറഞ്ഞു. നിപ്പയും കോവിഡും ഒന്നും വരുന്നത് ഏത് ഗവൺമെന്റാണ് ഭരിക്കുന്നതെന്നൊന്നും നോക്കിയിട്ടല്ല. അതൊക്കെ ഈ സമൂഹത്തിലുണ്ട്. വൈറസൊക്കെ ചില പ്രത്യേക സാഹചര്യത്തിൽ അവയുടെ ആധിക്യം ഉണ്ടാവുകയും അത് മനുഷ്യരിലേക്ക് പകരുകയും മരണകാരണമാവുകയും ഒക്കെ ചെയ്യും. അപ്പോൾ കക്ഷിരാഷ്ട്രീയ ഭേദമൊന്നും നോക്കാതെ കൂട്ടായി അതിനെ നമ്മൾ എങ്ങനെയാണ് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെ നോക്കുക എന്ന രീതിയിൽ ഇടപെടുകയാണ് വേണ്ടത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. എരണം കെട്ടവർ ഭരിക്കുമ്പോൾ എന്ന പ്രയോഗത്തെ ന്യായീകരിച്ചുകൊണ്ടായിരുന്നു കെ മുരളീധരന്റെ ഇന്നത്തെ പ്രതികരണം. ഇപ്പോൾ മുന്നിലിരിക്കുന്നത് ആരോഗ്യമന്ത്രിയാണെന്നും താൻ പ്രതിപക്ഷത്തുള്ളപ്പോൾ പറഞ്ഞത് ആരോഗ്യമന്ത്രിക്ക് ബാധകമല്ലെന്നും കെ മുരളീധരൻ പറഞ്ഞു. ഇപ്പോൾ ഇതിൻ്റെ ഈ ബാക്കിലത്തെ കണ്ടില്ലേ, സർക്കാരിൻ്റെ ഒഫീഷ്യലാണ്.
നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ആരോഗ്യമന്ത്രിയാണ്. കെ മുരളീധരൻ പ്രതിപക്ഷത്തിലുള്ളപ്പോൾ പറഞ്ഞത് ഈ ഇരിക്കുന്ന സീറ്റിന് ബാധകമല്ല. വീണ്ടും ഒരു നിപ്പ കാലം വരികയാണ്. എന്തായാലും കെ ശൈലജ പറഞ്ഞതുപോലെ നമ്മുടെ ആരോഗ്യരംഗം ഇത് നേരിടാൻ വേണ്ടി സുസജ്ജം തന്നെയാണ്. അപ്പോഴും അവരൊക്കെ ആരോഗ്യമന്ത്രിമാരായിരുന്ന സമയത്ത്, വീണ ജോർജും കെ ശൈലജയും ആരോഗ്യമന്ത്രിമാരായിരുന്ന സമയത്ത് ഇപ്പോഴത്തെ നമ്മുടെ ആരോഗ്യമന്ത്രി നടത്തിയ പ്രസ്താവനകളാണ് ഈ നിപ്പയേക്കാൾ വേഗത്തിൽ പടർന്നു പിടിക്കുകയും ആശങ്കയുണ്ടാക്കുകയും ഈ പറയുന്നത് പോലെ ചിരിപ്പിക്കുകയൊക്കെ ചിന്തിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് പോലെ ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തു തോന്നുന്നു? അല്ല, അതിൽ ഒരു കൗതുകമുണ്ട് എന്നുള്ളതാണ് അതിലെ ഒരു കാര്യം. വിമർശിക്കാവുന്ന ചില തലങ്ങളുമൊക്കെ ഉണ്ട്, അത് വാസ്തവമാണ്. എങ്കിലും അതിനേക്കാൾ പ്രധാനപ്പെട്ടത് ഇപ്പോൾ നിപ്പ എന്നുള്ളതാണ്. നിപ്പ മാത്രമല്ല, നമുക്ക് ഈ സമയത്ത് ഇവിടെ നിപ്പയുണ്ട്, ഷിഗല്ലയുണ്ട്, വെസ്റ്റ് നൈലുണ്ട്, H1N1 ഉണ്ട്, ഡെങ്കു ഉണ്ട്. ഇതെല്ലാം ഇപ്പോൾ സംസ്ഥാനത്തുണ്ട്. ഒരിടത്ത് അല്ലെങ്കിൽ മറ്റൊരിടത്ത് ഇത് ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രശ്നം. അതുമാത്രമല്ല, കേരളത്തിൻ്റെ ഒരു സാഹചര്യം പല കാരണങ്ങൾ കൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്ന് കഴിഞ്ഞ കുറേ കാലമായി വിലയിരുത്തുന്നുണ്ട്. ഇതേക്കുറിച്ച് വിദഗ്ധർ വളരെ കാര്യമായി പറഞ്ഞിട്ടുണ്ട്. അതായത് നമുക്കിപ്പോൾ 2018 ഇവിടെ ആദ്യത്തെ നിപ്പ ഔട്ട് ബ്രേക്ക് ഉണ്ടാകുന്നത്. അതിനുശേഷം 2019 വന്നു, 21 വന്നു, 23, 24, 25, 26. അതായത് നിപ്പ എന്നത് കേരളത്തിൽ വളരെ സ്വാഭാവികമായി വരാവുന്ന ഒരു രോഗമാണ് എന്നുള്ള ഒരവസ്ഥ വന്നു, ഒരു ഗുരുതര സാഹചര്യമാണ് എന്നുള്ള അവസ്ഥ വന്നു. അതിൻ്റെ മുന്നറിയിപ്പുകൾ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ കാലം എന്ന് പറയുന്നത് നിപ്പ ഔട്ട് ബ്രേക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളത് ഇപ്പോൾ ആരോഗ്യവകുപ്പിന് അറിയാം. അതിനനുസരിച്ചുള്ള മുൻകരുതൽ എടുത്തുണ്ട്. ഇപ്പോൾ 2018 19 സാഹചര്യമല്ല ഇപ്പോൾ ഉള്ളത്. 2018 വരുമ്പോൾ നമ്മൾ മനസ്സിലാവുന്നത് തന്നെ ഇല്ലല്ലോ, ഇങ്ങനെ ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാകും എന്നുള്ളത് നമുക്കാർക്കും അറിയില്ല. അപ്പോൾ ഒരു പുതിയ രോഗം ഇവിടേക്ക് വരികയാണ്. അപ്പോൾ അതിനെ 3 ആഴ്ച കൊണ്ട് നിയന്ത്രിച്ചു എന്നുള്ളത് ചെറിയ കാര്യമല്ല. മാത്രമല്ല, ഇതിൻ്റെ ഒരു മരണനിരക്ക് എന്ന് പറയുന്നത് ഇത് ഈ നിപ്പ ഔട്ട് ബ്രേക്ക് ഉണ്ടായ എല്ലായിടത്തും വളരെ ഗുരുതരമായ മനുഷ്യനാശം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. അതായത് വ്യാപകമായി പടർന്നു പിടിച്ച് ആയിരക്കണക്കിന് പേർ മരിക്കുന്നു എന്നുള്ളതല്ല, പക്ഷേ ആ രോഗബാധ ഏൽക്കുന്ന കുറച്ച് പേർക്കെങ്കിലും പരിമിതമായ കാലത്താണ് ഈ ഔട്ട് ബ്രേക്ക് നിലനിൽക്കുക. അത് എല്ലാ സ്ഥലത്തും അങ്ങനെ തന്നെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും. പക്ഷേ അവിടെ ഈ രോഗബാധ ഏൽക്കുന്ന ആളുകൾ, അതും ആളുകളുടെ എണ്ണം പരിമിതമാണ്. പക്ഷേ രോഗം ബാധിച്ചാൽ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള സാധ്യത വളരെ പരിമിതമാണ്. അതാണ് അതിൻ്റെ പ്രശ്നം. പക്ഷേ അതിൽ കേരളം വളരെ മുന്നോട്ട് പോയി ഈ കാലം കൊണ്ട് എന്നുള്ളതാണ് വളരെ പോസിറ്റീവായ സംഗതി. കാരണം ഇത്തരമൊരു സാഹചര്യം ഉണ്ടായാൽ, നിപ്പ ബാധിച്ചാൽ മരിക്കാതെ രക്ഷപ്പെടാവുന്ന മരണനിരക്ക് താരതമ്യേന മറ്റ് രാജ്യങ്ങളിലോ മറ്റ് പ്രദേശങ്ങളിലെയോ ഒരു മരണനിരക്ക് വെച്ച് കണക്ക് കൂട്ടുമ്പോൾ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന കാര്യമായ ചികിത്സാ സൗകര്യങ്ങളൊക്കെ ഉള്ള പരിശോധനാ സൗകര്യമുള്ള ഒരു സംവിധാനമായി ഇത് മാറിയിട്ടുണ്ട്. കാരണം ഇപ്പോൾ എല്ലാവർക്കും അറിയാം എന്താണ് ഇതിനെക്കുറിച്ച് ചെയ്യേണ്ടത്. അത് മാത്രമല്ല, ഇതിൻ്റെ നമ്മുടെ ഒരു ലിറ്ററസി റേറ്റും ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുടെ ഒരു ലഭ്യത, ആളുകൾക്ക് വളരെ പെട്ടെന്ന് ആശുപത്രിയെ ആശ്രയിക്കാൻ കഴിയുന്ന ഒരു സ്ഥിതി, ഇതെല്ലാം പിന്നെ ഒരു ചെറിയ പനി വന്നാലും ആലോചിച്ചിരിക്കേണ്ടതില്ല എന്നുള്ള ആളുകളുടെ ഒരു ബോധം, ഇതെല്ലാം കൊണ്ട് ആളുകൾക്ക് കുറച്ച് കൂടുതൽ കരുതലാണ്. സാധാരണ പറയുന്നത് ഒരു 3 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് ഡോക്ടറെ കണ്ടാൽ മതി, ഒരു പനി പിടിച്ചാലും എന്നുള്ള മട്ടിൽ പറയുമെങ്കിലും ആളുകൾ അതിന് കാത്തു നിൽക്കാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അങ്ങനെ ഒരു കരുതലുള്ളത് കൊണ്ടും നമുക്ക് ഇത്തരം ഒരു ഔട്ട് ബ്രേക്ക് അതെല്ലാവരും വളരെ എപ്പോഴും പ്രതീക്ഷയുണ്ട്. പ്രത്യേകിച്ച് മഴക്കാലം തുടങ്ങുമ്പോൾ ഈ മഴക്കാലവുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ രോഗങ്ങളെയും അല്ലാതെ തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്. അതൊക്കെ കൊണ്ട് കുറേയൊക്കെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ വർഷം വന്ന ഓർമ്മയില്ലേ, നമ്മൾ ഏറ്റവും ഗുരുതരമായ സാഹചര്യം ഉണ്ടായത് ഈ അമീബിക് മസ്തിഷ്ക ജ്വരമാണ്. ഇതുപോലെ തന്നെ വലിയ മരണനിരക്കുള്ള വല്ലാത്ത കഷ്ടപ്പാട് നിറഞ്ഞ ഒരു രോഗം എന്നുള്ള നിലയ്ക്കാണ് അമീബിക് മസ്തിഷ്ക ജ്വരം വന്നത്. അതിനെയും നമുക്ക് കാര്യക്ഷമമായി ഒരു പരിധിവരെയെങ്കിലുമൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റി. ഇപ്പോഴും എനിക്ക് തോന്നുന്നു കൂടുതൽ ഗുരുതരമായ ഒരവസ്ഥ നിലനിൽക്കുന്നത് ഇനി ആ നിലയ്ക്കുള്ള ഒരു ഔട്ട് ബ്രേക്ക് ഉണ്ടായാലും അമീബിക് മസ്തിഷ്ക ജ്വരത്തിനൊക്കെ ആയിരിക്കും. ഇനിയിപ്പോൾ അതിനേക്കാൾ നന്നായി കൈകാര്യം ചെയ്യാവുന്ന ഒരു പൊതു അവസ്ഥയിലേക്ക് വന്നു. പക്ഷേ ഇതിനകത്തുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഏറ്റവും മികച്ച രീതിയിൽ കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞത്, ഇപ്പോൾ പല അഭിപ്രായം ആളുകൾ പറയും. ഇപ്പോൾ അന്ന് 12,000 പേരെ ക്വാറന്റൈൻ ചെയ്തു, ആ പ്രദേശം മുഴുവൻ അടച്ചു കെട്ടി, അങ്ങനെയൊക്കെ നോക്കണമായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്ന ഒരു സാധ്യതയുണ്ട് ഈ ചങ്ങരോത്ത് ആദ്യത്തെ ഈ നിപ്പ കേസൊക്കെ വന്നപ്പോൾ. പക്ഷേ അതൊക്കെ അങ്ങനെ മതി, ഇതിൻ്റെ വ്യാപനശേഷിയുള്ളൂ എന്നൊക്കെ എപ്പോഴാണ് നമ്മൾ തിരിച്ചറിയുന്നത്? ഇത് ആദ്യം വരുമ്പോഴോ രണ്ടാമത് വരുമ്പോഴോ പോലുമല്ലോ, 2ാം വർഷം ഇത് ആവർത്തിക്കുമെന്നും നമുക്കറിയില്ല. കാരണം എന്താ, ലോകത്ത് പലയിടങ്ങളിലും ഒരിക്കൽ വന്നിട്ട് പിന്നീട് ഇതെങ്ങനെ അങ്ങ് വരാതെ പോയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവിടെ പല കാരണങ്ങളാണ് നമുക്ക് ഇത്തരത്തിൽ നിപ്പയുടെ വ്യാപനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമായിരിക്കുന്നത്. നിപ്പയേക്കാൾ കൂടുതൽ രോഗങ്ങൾ ബാധിച്ച് മറ്റാളുകൾ ഇവിടെ മരിക്കുന്നുമുണ്ട്. അതാണല്ലോ സാഹചര്യം. ഇപ്പോൾ H1N1 ആണെങ്കിലും ഒക്കെ
ഇതിനേക്കാൾ കൂടുതൽ ആളുകൾ മരിക്കുന്ന രോഗമായി തന്നെ ഡെങ്കു ആണെങ്കിലും ഒക്കെ ആളുകൾ മരിക്കുന്ന എണ്ണക്കണക്ക് നോക്കിയാൽ മരിക്കുന്ന രോഗമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് അതിനെയൊക്കെ ആ ഗൗരവത്തിൽ തന്നെ കാണണം. പക്ഷേ നിപ്പയെ തിരിച്ചു വരാനുള്ള സാധ്യത ആളുകൾക്ക് ഇല്ല എന്നുള്ളതുകൊണ്ട് കുറച്ച് കൂടുതൽ ഗൗരവത്തിൽ കാണണം. അപ്പോൾ ആ കരുതൽ കൊണ്ടാണ് നിപ്പയാണെന്ന് തിരിച്ചറിഞ്ഞതോടെ ഏറ്റവും ശക്തമായ നടപടികൾ സ്വീകരിച്ചത്. ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ ആ സമയത്ത് ഞാൻ കോഴിക്കോട് ജില്ലയിൽ ജോലി ചെയ്യുകയാണ്. ഈ ചങ്ങരോത്തിന് അടുത്തുള്ള പ്രദേശത്ത് അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിന് തൊട്ടടുത്താണ് എൻ്റെ ഓഫീസ്. സ്വാഭാവികമായും വലിയ നിയന്ത്രണങ്ങളാണ് ആ സമയത്ത് അവിടെ മുഴുവനുള്ളത്. ഏതാണ്ട് ബന്ധു സമാനമായി റോഡിലെങ്കിലും കോവിഡിന് സമാനമായ ഒരു സാഹചര്യം ആ പ്രദേശത്ത് ആ സമയത്ത് നിലനിന്നിരുന്നു. കാരണം അത്രയ്ക്ക് ഭീതിതമായ ഒരു അവസ്ഥ അവിടെ ഉണ്ടായിരുന്നു. കാരണം ബാധിക്കുന്നവർ മുഴുവൻ മരിച്ചു പോവുകയാണല്ലോ, അതൊരു ചെറിയ കാര്യമല്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരവസ്ഥ. ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ പോലും കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ആ സമയത്ത് നിൽക്കുമ്പോൾ ഈ ആളുകൾ വന്നിറങ്ങുമ്പോൾ എല്ലാ ആളുകളും മാസ്ക് വെച്ച്, കോവിഡിന് മുമ്പുള്ള ഒരു അവസ്ഥയാണല്ലോ. അപ്പോൾ നമ്മൾ മാസ്ക് വെച്ച് നിൽക്കുമ്പോൾ കോഴിക്കോട്ടേക്ക് വന്നിറങ്ങുന്ന ആളുകൾ ചിലപ്പോൾ ഈ കാര്യങ്ങളൊന്നും അറിയാതെ ഇതര സംസ്ഥാനത്തു നിന്നൊക്കെ വന്നിറങ്ങുന്ന ആളുകൾ നോക്കുമ്പോൾ എല്ലാവരും മാസ്ക് ഒക്കെ വെച്ചിരിക്കുന്നു. അവരാകെ അങ്കലാപ്പിലാകുന്നു. ഒരു വല്ലാത്ത ഭീതിതമായ അവസ്ഥ. ആ അവസ്ഥ ഇപ്പോഴില്ല. അത്രയും ആളുകളെ ഭയപ്പെടുത്തേണ്ടതുമില്ല. അതിനെ നിയന്ത്രിക്കാൻ കേരളം പഠിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതിലെ പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ അതിന് വളരെ കൃത്യമായ ഏകോപനം ആ സമയത്ത് സാധ്യമായിരുന്നു. അത് അംഗീകരിക്കാതിരിക്കാൻ തരമില്ല. ഒരു പ്രധാനപ്പെട്ട കാര്യം ഇന്ന് നമ്മൾ ഇതിനെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നത് നമ്മൾ നോക്കുമ്പോഴുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്? മന്ത്രിക്കും കളക്ടർക്കും രണ്ട് നിലപാടാണ് ഈ വിഷയം അവതരിപ്പിക്കുമ്പോൾ ഉള്ളത് എന്നുള്ളതാണ്. പൂനെയിൽ നിന്ന് റിസൾട്ട് വന്നു എന്നിപ്പം നമുക്ക് പറയാൻ പറ്റുമോ? അല്ല, വന്നില്ല എന്ന് പറയാൻ പറ്റുമോ? ഇത് രണ്ടും പറയാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് മാധ്യമങ്ങളെ അടക്കം കൊണ്ടുചെന്ന് നിർത്തുന്ന തരത്തിലാണ് മന്ത്രി ഒന്ന് പറയുന്നു, കളക്ടർ ഒന്ന് പറയുന്നു എന്നുള്ളത്. റിസൾട്ട് വന്നു എന്ന് കളക്ടറും വന്നില്ല എന്ന് മന്ത്രിയും പറയുന്ന ഏതാണ്ട് അടുത്തടുത്താണല്ലോ ഇവരുടെ വാർത്താ സമ്മേളനങ്ങൾ നടക്കുന്നത്. ആ സമയത്ത് അതാണ് അവസ്ഥ. ഔദ്യോഗികമായി ഇതിനെ എനിക്ക് തോന്നുന്നത് കൂടുതൽ നമുക്ക് വിശ്വാസ്യമായത് കളക്ടർ പറയുന്നതാണ്. കാരണം അത് നേരിട്ട് അതുമായി ബന്ധപ്പെട്ട് നേരിട്ട് നിന്ന് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ എന്നുള്ളതുകൊണ്ട്. രോഗാവസ്ഥ എന്താണ്, ഗുരുതരാവസ്ഥയാണ് എന്നുള്ളത് കളക്ടർ പറയുന്നുണ്ട്. ഇവിടെ വെന്റിലേറ്ററിലാണ് എന്നുള്ളത് കളക്ടർ അറിയിക്കുന്നുണ്ട് നമ്മളെ. പക്ഷേ ആരോഗ്യമന്ത്രി പറയുന്നത് വലിയ കുഴപ്പമൊന്നുമില്ല എന്നുള്ള മട്ടിലാണ് കാര്യങ്ങളെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രശ്നം അവിടെയുണ്ട്. ഈ കാര്യത്തിൽ കുറേ കൂടി ഏകോപനം ഉണ്ടാവേണ്ടതുണ്ട്. കൃത്യമായ വിവരം ആളുകൾ അറിയേണ്ടതുണ്ട്. കാരണം എത്രയൊക്കെ നമുക്ക് നിയന്ത്രിക്കാനുള്ള ശേഷിയുണ്ടെന്ന് പറഞ്ഞാലും ആളുകളിൽ ഭീതി ഉണ്ടാക്കുന്ന രോഗമാണ് നിപ. കാരണം ഇത് ബാധിച്ചെന്ന് തിരിച്ചറിയാതെ എങ്ങാനും മരിച്ചു പോകുമോ എന്നുള്ള ആശങ്ക പോലും ഉണ്ട്. അങ്ങനത്തെ കേസുകൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. പിന്നീട് തിരിച്ചറിയുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ആശങ്കയുള്ള ഒരു രോഗത്തിൻ്റെ കാര്യത്തിൽ ഇത്തരത്തിലൊരു ഏകോപനത്തോടെയുള്ള ഒരു പ്രതികരണം വരേണ്ടതായിരുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അതുണ്ടായിട്ടില്ല, ഇനി അങ്ങോട്ട് ഉണ്ടാകുമായിരിക്കും. കാരണം സർക്കാർ രൂപീകരിച്ചിട്ടേ ഉള്ളൂ. നമുക്കിപ്പോൾ അതിൻ്റെ പേരിൽ അങ്ങോട്ട് വല്ലാതെ ഭത്സിക്കേണ്ടതൊന്നുമില്ല മന്ത്രിയെയും. കാരണം അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് ഈ മന്ത്രിസ്ഥാനം ലഭിക്കും. കാരണം കെ മുരളീധരൻ വളരെ കൃതഹസ്തനായ നേതാവാണ്, രാഷ്ട്രീയക്കാരനാണ്. ആ കാര്യത്തിൽ ഒരു തർക്കമില്ല. പക്ഷേ അദ്ദേഹം ഒരു മന്ത്രി എന്നുള്ള നിലയിൽ വൈദ്യുതി വകുപ്പ് മന്ത്രിയായി ഏതാനും ദിവസമേ ഇരിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. അങ്ങനെ ഒരു വകുപ്പിനെ കൈകാര്യം ചെയ്ത് അദ്ദേഹത്തിൻ്റെ മികവ് തെളിയിച്ചിട്ടില്ല കേരളത്തിൽ. അതിനി തെളിയിക്കാതിരിക്കുന്നുള്ളൂ. നേതാവ് എന്നുള്ള നിലയിൽ ഗംഭീരമായിട്ട് KPC പ്രസിഡന്റുമാരിൽ ഏറ്റവും മികച്ച KPC പ്രസിഡന്റുമാരിൽ ഒരാളായിരുന്നു കെ മുരളീധരൻ എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അദ്ദേഹത്തിന് മാത്രമേ ആ കാര്യത്തിൽ ചെറിയ സംശയം ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് അത് വേണ്ടെന്ന് വെച്ചിട്ട് അദ്ദേഹം മന്ത്രിസ്ഥാനം തേടിപ്പോയത് അന്ന്. പക്ഷേ അദ്ദേഹം മികച്ച KPC പ്രസിഡന്റായിരുന്നു. ആ കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഭരണ മികവ് തെളിയിക്കാനുള്ള ആദ്യത്തെ അവസരമേ ആയിട്ടുള്ളൂ അദ്ദേഹത്തിന്. അപ്പോൾ അത് അദ്ദേഹം എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതിന് കാത്തിരുന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. അദ്ദേഹത്തിന് കുറച്ചുകൂടെ സമയം കൊടുക്കണം. ഇപ്പോൾ പഴയ പ്രസംഗമൊക്കെ എടുത്തിട്ട് അദ്ദേഹത്തെ വല്ലാതെ കൈകാര്യം ചെയ്യേണ്ടതുണ്ടോ എന്നുള്ള ഒരു ചെറിയ സംശയം എനിക്കുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അദ്ദേഹം മാത്രമല്ല, ഇതിപ്പോൾ കെ കരുണാകരൻ്റെ കാലം മുതൽ നമ്മളെടുത്ത് പരിശോധിച്ചാൽ ഇത്തരത്തിലുള്ള ചില പ്രയോഗങ്ങൾ നടത്താറുണ്ട്. വിശ്വാസവും അല്ലെങ്കിൽ അന്ധവിശ്വാസവും ഒക്കെ അതിൽ ചിലപ്പോൾ ചേർന്ന് പോകാറുമുണ്ട് ഈ പ്രയോഗങ്ങളിലൊക്കെ. ഇപ്പോൾ ഈ ദിവസങ്ങളിൽ അദ്ദേഹത്തെ വല്ലാതെ എല്ലാവരും കൂടെ പരിഹസിക്കുന്നുണ്ട്. അദ്ദേഹം ആരോഗ്യമന്ത്രിയായപ്പോൾ ഈ കോവിഡ് ബാധ എന്നത് കേരളത്തിൽ ഉണ്ടാവില്ല, ഇവിടെ ചൂട് കൂടുതലുള്ള സ്ഥലമാണ്, അതല്ലെങ്കിൽ ഇത്രയും ചൂടുള്ള സ്ഥലത്ത് കോവിഡ് വൈറസുകൾ ചത്തുപോകും, അതുകൊണ്ട് ഇവിടെയൊന്നും കോവിഡ് ഉണ്ടാവില്ല എന്ന് വളരെ നേരത്തെ തന്നെ അദ്ദേഹം പറയുന്ന ക്ലിപ്പുകളും അദ്ദേഹം പറഞ്ഞ വാചകങ്ങളും ഒക്കെ ഇങ്ങനെ പ്രചരിപ്പിച്ച് അദ്ദേഹത്തെ പരിഹസിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ഈ നിൽക്കുന്ന രാജ്യത്തെക്കുറിച്ചൊരു മിനിമം ബോധം വേണം. നമ്മൾ എങ്ങനെയൊക്കെയാണ് കോവിഡിനെ ഓടിച്ചത്? നമ്മൾ പാത്രം കൊട്ടിയും വിളക്ക് തെളിയിച്ചും ഒക്കെ കോവിഡിനെ ഓടിച്ച ഒരു രാജ്യമാണ്. ആ നിലയ്ക്കാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിനെയും നമ്മൾ ഉൾക്കൊള്ളണം. അങ്ങനെയുള്ള ഒരു വിശ്വാസത്തെയും ചിന്തയെയും ഒക്കെ നമ്മൾ ഉൾക്കൊള്ളണം എന്നുള്ളതാണ് തൽക്കാലം എനിക്ക് പറയാനുള്ളത്. നമുക്ക് കാത്തിരുന്ന് കാണാം എങ്ങനെയാണ് അദ്ദേഹം ഇതിനെ കൈകാര്യം ചെയ്യുക എന്നത്. അതിനുശേഷം നമുക്ക് അദ്ദേഹത്തിന് വേണ്ട ഹണിമൂൺ പീരീഡ് കൊടുത്തതിന് ശേഷം നമുക്ക് വിമർശിക്കാം എന്നാണ് എനിക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളത്. ഈ മഴക്കാലം അദ്ദേഹത്തിന് ഒരു ഇളവ് കൊടുക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്.
ഞാൻ അവസാനം പറഞ്ഞതുണ്ടല്ലോ, ഇത് കാര്യമായിട്ടല്ല, ഇതൊരു വലിയൊരു ട്രോള്. നേരത്തെ മുരളീധരൻ ഈ വിധത്തിൽ ഒരു ആരോഗ്യമന്ത്രി ഈ വിധത്തിലും നമുക്ക് വേണമെങ്കിൽ പറയാം. അത് അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ കൂടി അദ്ദേഹത്തിൻ്റെ പ്രസ്താവന വായിക്കണമെന്നാണല്ലോ നിലവിൽ ഇപ്പോൾ ഹർഷൻ ചേട്ടൻ പറഞ്ഞിരിക്കുന്നത്. ഏത് നമ്മൾ പാത്രം കുട്ടിയും നമ്മൾ ലൈറ്റ് കത്തിച്ചും ഒക്കെ കോവിഡിനെ ഓടിച്ച ഒരു രാജ്യത്ത് സ്വാഭാവികമായും ചൂട് കൂടിയ സ്ഥലത്ത് ഇത് ചത്തുപോകും കൊറോണ വൈറസ് എന്ന് പറയുന്ന ആരോഗ്യമന്ത്രി അങ്ങനെ കാണാം. വേണമെങ്കിൽ അവരൊക്കെ അങ്ങനെ പറഞ്ഞോട്ടെ. പക്ഷെ നമുക്ക് മികവുള്ള ഒരു ആരോഗ്യ വകുപ്പ് ഇവിടെയുണ്ട്, ഡോക്ടർമാരുണ്ട്, നഴ്സുമാരുണ്ട്, ആ സംവിധാനം മൊത്തം അങ്ങനെയുണ്ട്. അതുകൊണ്ട് അങ്ങനെ പറയുന്നെങ്കിലും ഇതിനെ ശരിയായ രീതിയിൽ നടത്താൻ പറ്റുന്ന കപ്പാസിറ്റി ഉള്ളവർ വേറെ ഉണ്ടല്ലോ. അപ്പോൾ അത് ശരിയായിക്കോളും. തീർച്ചയായും. അതായത് ഇപ്പോഴും അദ്ദേഹത്തിന് ഇത്തരം ആർജവമുണ്ടോ എന്നുള്ളതാണ്. ഇതുപോലെയുള്ള പ്രസ്താവനകൾ അദ്ദേഹം ചെയ്യുമോ? ഇത് ഗാലറിയിൽ ഇരുന്ന് കളി കാണുന്നത് പോലെയല്ല ഈ ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കുന്നത്. അതിൻ്റെ ഒന്നാമത്തെ പടിയാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അത് കേരളം വീണ്ടും അദ്ദേഹം ആരോഗ്യമന്ത്രി ആയിരിക്കുമ്പോൾ നിപ്പ പോലുള്ള ഒരു കാര്യങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരുന്നു. അത് അദ്ദേഹമാണ് ആരോഗ്യമന്ത്രി. അതിൻ്റെ ഒന്നാമത്തെ പടിയിൽ തന്നെ അദ്ദേഹം അല്പം പാളിപ്പോയി എന്ന് പറയുന്ന ആളാണ് ഞാൻ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിനൊരു ഏകോപനമില്ലായ്മ അതിൽ നമ്മൾ ഇന്ന് കാണുകയുണ്ടായി. അത് ഹർഷൻ ചേട്ടൻ പറഞ്ഞു. അത് പൂനെ വൈറോളജി ലാബിൽ നിന്നുള്ള പരിശോധനാ ഫലം വരുന്നില്ല, പിന്നെ രോഗിയുടെ ആരോഗ്യനില തൃപ്തികരമാണ് എന്ന നിലക്കാണ് അദ്ദേഹം സംസാരിച്ചത്. പക്ഷേ ഇതിനൊരു ഗൗരവം ഉൾക്കൊണ്ട് തന്നെ കളക്ടർ മാധവിക്കുട്ടി നേരത്തെ തന്നെ പറയുകയുണ്ടായി, വൈറോളജി ലാബിൽ നിന്നുള്ള ഫലം വന്നു, അത് പോസിറ്റീവാണ്, അത്യാസന്ന നിലയിലാണ് ഈ രോഗിയുള്ളത്, ICUവിലാണ് എന്ന നിലയ്ക്ക് അവർ പറയുകയും ചെയ്തു. വെന്റിലേറ്ററിലാണ് എന്ന നിലയ്ക്ക് പറയുകയും ചെയ്തു. അപ്പോൾ ഒന്നാമത്തെ പടിയിൽ തന്നെ അദ്ദേഹത്തിന് പാളിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം മനസ്സിലാക്കേണ്ടത് ഇത് അദ്ദേഹം പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്ത ഒരു സിസ്റ്റത്തിലേക്കല്ല നിലവിൽ എൻ്റർ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു സിസ്റ്റം നിലനിൽക്കുന്നുണ്ട്. ഈ സിസ്റ്റത്തെ അങ്ങേയറ്റം ചെളിവാരി എറിയാൻ ശ്രമിച്ച ഒരു ആൾ തന്നെയായിരുന്നു അദ്ദേഹം. അത് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ. ഇന്ന് അദ്ദേഹം ഈ ഭരണപക്ഷത്തിരിക്കും ആരോഗ്യമന്ത്രിയായിരിക്കുമ്പം മുൻപ് അദ്ദേഹത്തിൻ്റെതായി പ്രചരിക്കുന്ന ഈ വീഡിയോ ക്ലിപ്പുകൾ ചോദിച്ചുള്ള ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അത് പ്രതിപക്ഷത്തിരിക്കുന്ന മുരളീധരൻ പറഞ്ഞതാണ്, അത് ഈ കസേരക്ക് ബാധകമല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് എന്തുതരം പ്രിവിലേജാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അദ്ദേഹം തന്നെ പറഞ്ഞൊരു കാര്യം, ഈ സിസ്റ്റത്തെ അദ്ദേഹം ഇപ്പോൾ ഉൾപ്പെടുന്ന ഈ സിസ്റ്റത്തെക്കുറിച്ച് അദ്ദേഹം വിമർശിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. ഇതിൽ ആകെ മാറിയിരിക്കുന്നത് മന്ത്രി മാത്രമാണ്. ബാക്കിയുള്ള സംവിധാനങ്ങളൊക്കെ അവിടെയുണ്ട്. ചിലപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയും അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയൊക്കെ ഒന്ന് മാറിക്കാണുമായിരിക്കും. പക്ഷെ മറ്റ് സംവിധാനങ്ങൾ അവിടെ ഉണ്ട്. അപ്പോൾ അതിനെക്കൂടിയാണ് അദ്ദേഹം അന്ന് ചെളിവാരി എറിയാൻ ശ്രമിച്ചത് എന്ന് അദ്ദേഹം ഓർക്കുന്നത് നന്നായിരിക്കും. ഇപ്പോഴും അദ്ദേഹത്തിന് ഇത്തരം പ്രസ്താവനകൾ ആവർത്തിക്കാനുള്ള മനസ്സെന്തായാലും ഉണ്ടായിരുന്നില്ല. അതിൽ വളരെ സ്വാഗതാർഹമായി ഞാൻ കാണുന്നു. അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ ഇതിപ്പോൾ KK ശൈലജ ടീച്ചർ പറഞ്ഞതാണ് ഞാൻ ഓർക്കുന്നത്, ഈ രോഗങ്ങളൊന്നും വരുന്നത് ഈ പാർട്ടിയോ കൊടിയോ ആരാണ് മന്ത്രിയായിരിക്കുന്നതോ എന്നൊന്നും നോക്കിയിട്ടില്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ ആലോചിക്കുകയായിരുന്നു പെട്ടെന്ന്, എബോള രോഗം പടർന്ന് പിടിക്കുകയാണ്. വലിയ ആശങ്ക തന്നെയാണ്. നമ്മുടെ രാജ്യത്തടക്കം അതിൻ്റെ ആശങ്കകളുണ്ട്. കാരണം നമ്മൾ കൃത്യമായി മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഒരു രോഗം സ്ഥിരീകരിക്കപ്പെടുമ്പോൾ നമ്മുടെ ഒരു സമൂഹം എന്ന നിലയിൽ നമ്മുടെ ആരോഗ്യരംഗവും പുലർത്തുന്ന ഒരു വലിയ ജാഗ്രത അതുണ്ട് നമുക്ക്. അപ്പോൾ ഈ എബോള വരുമ്പോൾ ഈ ആഫ്രിക്കൻ രാജ്യത്ത് നിലവിൽ സംഭവിക്കുന്നത് എബോള എന്നൊരു കാര്യമില്ല. ഇത് ചില അവയവക്കടത്തിനൊക്കെ വേണ്ടി ഇത് തെറ്റായി സൃഷ്ടിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് എന്ന നിലയ്ക്ക് അവിടെ ഉള്ളവരുടെ ബന്ധുക്കളൊക്കെ ആ മൃതദേഹം സംസ്കരിക്കാനും അല്ലെങ്കിൽ അത് ഏറ്റുവാങ്ങാനും ഒക്കെ വലിയ കലഹമുണ്ടാക്കുകയും ബഹളം വയ്ക്കുകയും യുദ്ധം ചെയ്യുകയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു പ്രസരണ നിരക്ക് കൂട്ടുന്ന പോലെ ആളുകൾ ഇടപെടുകയാണ്. അതെന്താണ് സൂചിപ്പിക്കുന്നത്? അത് ഇത്തരം രോഗങ്ങൾ പിടിച്ചു നിർത്തുന്നതിൽ അവിടെയുള്ള സംവിധാനത്തിനുള്ള ഒരു ബലക്കുറവോ അല്ലെങ്കിൽ അത് ഏകോപിപ്പിക്കുന്നതിലുള്ള ഒരു പരിചയക്കുറവോ ഒക്കെയാണല്ലോ സൂചിപ്പിക്കുന്നത്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് നമ്മുടെ സംസ്ഥാനം എന്നാണ് ഞാൻ പറഞ്ഞു വയ്ക്കുന്നത്. ഇപ്പോൾ കോവിഡ് വരുമ്പോൾ തന്നെ ഏറ്റവും കൃത്യമായ മരണനിരക്കും ഏറ്റവും കൃത്യമായ കണക്കും ഉണ്ടായിരുന്നത് കേരളത്തിനാണ്. എന്നിട്ട് നമ്മളിവിടെ നിന്ന് കൃത്യമായ കണക്ക് വിടുന്നത് കൊണ്ടാണ് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ കോവിഡ് മരണങ്ങൾ ഉണ്ടായത് എന്ന നിലക്കൊക്കെ മറ്റുള്ളവർക്ക് വിമർശിക്കാനിടയത്. മറ്റുള്ളവർക്ക് കണക്കേ ഇല്ലായിരുന്നു. അങ്ങനെ കണക്കുള്ള ഒരു സിസ്റ്റമാണ് നമ്മുടേത്. അപ്പോൾ ഇത് നമ്മൾ വളരെ ഫലപ്രദമായ രീതിയിൽ പ്രതിരോധിച്ചു കൊണ്ടിരുന്നു. അത് KK ശൈലജയുടെ കാര്യത്തിലാണെങ്കിലും തിരിച്ച് ആരോഗ്യമന്ത്രിയായ വീണ ജോർജിൻ്റെ കാലത്തായിരുന്നാലും അങ്ങനെ തന്നെയാണ് വരുന്നത്. ഇത് മരണനിരക്ക് ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾക്ക് ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ആദ്യ സർക്കാരിൻ്റെ കാലത്ത് അത് 17 പിന്നീട് അത് 3 എന്ന നിലക്കൊക്കെയാണ് ഉണ്ടായിരിക്കുന്നത്. മരണനിരക്ക് നോക്കിക്കഴിഞ്ഞാൽ അതുണ്ട്. പക്ഷേ ഒരു സമൂഹം എന്ന നിലയിൽ ഇത് വലിയ ഒരു ആശങ്കപ്പെടേണ്ട, ഇതിനെ നമ്മൾ
സസൂക്ഷ്മം വിലയിരുത്തി നമുക്ക് അതെ, ഇത് വരാതിരിക്കാൻ, ഇത് നമ്മൾ പ്രതിരോധിക്കേണ്ട ഒരു കാര്യമാണ് എന്നുള്ളൊരു അവബോധം സൃഷ്ടിക്കുവാൻ വേണ്ടി നമ്മുടെ ആരോഗ്യരംഗത്തുള്ളവർക്ക് ആരോഗ്യമന്ത്രി അടക്കം മുന്നിട്ട് നിന്ന് ഇറങ്ങി നിന്ന് അതിലൂടെ പ്രവർത്തിച്ചതോടുകൂടി നമുക്ക് അത്തരം ഒരു അവബോധം വന്നിട്ടുണ്ട്. ഒരു സോഷ്യൽ ഇമ്മ്യൂണിറ്റി ഈ രോഗത്തോട് നമുക്ക് ഉണ്ടാക്കിയെടുക്കുവാൻ സാധിച്ചിട്ടുണ്ട്. അതൊരു വലിയ കാര്യമാണ്. അതുകൊണ്ടുകൂടിയാണ് ഇപ്പോൾ നിപ്പ വരുമ്പോൾ നമ്മുടെ ഇവിടെയുള്ള ആരോഗ്യ പ്രവർത്തകർ അതിനെ കാതലായി തന്നെ ആ വിഷയത്തെ സമീപിച്ചുകൊണ്ട് അവരതിനെ പ്രതിരോധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് സംസാരിക്കാൻ പറ്റുന്നത് അതുകൊണ്ടാണ്. അല്ലാത്ത പക്ഷം നമുക്കത് ഉണ്ടാവില്ല. നമ്മൾ ചിലപ്പോൾ സെൽഫ് ക്വാറന്റൈൻ വരെ പോകാനുള്ളൊരു സാധ്യത ഉണ്ട്. ഓൾറെഡി നമ്മൾ ഈ വിഷയത്തെപ്പറ്റി മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ആ തരത്തിൽ നമുക്ക് വേണ്ടിയിട്ടൊരു പ്രതിരോധവും ഒരു കോട്ടം എടുക്കാനുള്ള ഒരു സാധ്യത നമുക്കുണ്ട്. പക്ഷേ നിലവിൽ നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ സിസ്റ്റം അത്രയും സുസജ്ജമാണ്, നമുക്കിത് പറ്റും, നമ്മുടെ മുൻ ഗവൺമെൻറ്റുകൾ ഇത് കാണിച്ചു തന്നിരിക്കുന്നു. അപ്പോൾ ഈ ഗവൺമെൻറ്റും സ്വാഭാവികമായും ഇപ്പോൾ വന്നിരിക്കുന്ന ഈ മന്ത്രി അടക്കം ഇനി ഇത് ചെയ്തില്ലെങ്കിലാണ് ഇതിൻ്റെ പ്രശ്നം വരുന്നത്. അത് നമ്മൾ ഈ പറയുന്നത് പോലെ ഈ മഴക്കാലം അദ്ദേഹത്തിന് അതുപോലെ അനുവദിച്ചു കൊടുക്കാം. അത്രയും പക്വമായ പ്രതികരണമാണ് മറ്റ് രണ്ട് മുൻ ആരോഗ്യമന്ത്രിമാരുടെ അടുത്തുനിന്ന് വന്നിരിക്കുന്നത് എന്നുള്ളതും കൂടി ഇപ്പോൾ അവർ പ്രതിപക്ഷത്തിരിക്കുമ്പോഴും നമ്മൾ കുറച്ച് ഉത്തരവാദിത്വ ബോധത്തോടെ ഇതിന് ഈ കുറച്ച് യുക്തി സഹമായി കാര്യങ്ങളെ കാണേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഇതുപോലെയൊക്കെയുള്ള ചില പരിഹാസങ്ങളും തിരിച്ചടികളും ഒക്കെ നേരിടേണ്ടി വരും എന്നുള്ളതാണ്. എന്തായാലും അന്ന് തന്നെ വേണമെങ്കിൽ ഈ ആരോഗ്യമന്ത്രിക്ക് അല്ലെങ്കിൽ അന്നത്തെ ആരോഗ്യമന്ത്രിക്ക് വീണ ജോർജിനോ അല്ലെങ്കിൽ കെ ശൈലജയ്ക്കോ ഒക്കെ വേണമെങ്കിൽ തിരിച്ച് ചോദിക്കാവുന്നതേ ഉള്ളൂ. ഈ AK ആൻ്റണിയും കെ കരുണാകരനും മുഖ്യമന്ത്രിമാരായിരുന്ന കാലത്താണ് ഇവിടെ കോളറ ഔട്ട് ബ്രേക്ക് ഉണ്ടാകുന്നത്, ഇവിടെ ഡെങ്കി ഔട്ട് ബ്രേക്ക് ഉണ്ടാകുന്നത്, ഇവിടെ ജപ്പാൻ ജ്വരം അന്നത്തെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണിരുന്നത്. അന്ന് ആ സമയത്ത് ആലപ്പുഴയിൽ ജപ്പാൻ ജ്വരം ഉണ്ടാകുന്നത്, ഇത്തരത്തിലുള്ള രോഗങ്ങളൊക്കെ ഉണ്ടാകുന്നത് കരുണാകരനും ആൻ്റണിയും ഒക്കെ മുഖ്യമന്ത്രിമാരായിരുന്ന കാലത്താണല്ലോ. അപ്പോൾ അതിനു മുമ്പ് CH മേനോനും അല്ലെങ്കിൽ CH അല്ലെങ്കിൽ EK നായനാരും EMS ഒക്കെ ഉണ്ടായിരുന്ന കാലത്ത് ഇവിടെ കൊതുകുള്ളതല്ലേ, പിന്നെ എന്താണ് ഇപ്പോൾ കൊതുകുകൾ കൊണ്ട് ഇങ്ങനെ ഒരു പുതിയ രോഗം എന്ന് വേണമെങ്കിൽ അവർക്ക് ചോദിക്കാമല്ലോ, അല്ലെങ്കിൽ അങ്ങനെയും വേണമെങ്കിൽ ചോദിക്കാമല്ലോ. അപ്പോൾ ഈ പറഞ്ഞ പോലെ എറണം കെട്ടവൻ പ്രയോഗം വേണമെങ്കിൽ തിരിച്ചും നടത്താം. പക്ഷേ അങ്ങനെയല്ല ഇത്തരം സാഹചര്യങ്ങളിൽ കാര്യങ്ങളെ കാണേണ്ടത് ഒരു നേതാക്കന്മാരും. അദ്ദേഹം നല്ല നേതാവൊക്കെയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള നേതാവാണ് അദ്ദേഹം. ഞാൻ പറഞ്ഞില്ലേ, അദ്ദേഹം വളരെ മികച്ച KPC പ്രസിഡൻ്റായി അദ്ദേഹത്തെ വളരെ സൂക്ഷ്മമായി അടുത്ത് നിരീക്ഷിച്ച ഒരാളാണ് ഞാൻ. ആ നിലയ്ക്കൊക്കെ അദ്ദേഹം കൊള്ളാം. പക്ഷേ ഇത്തരം പ്രയോഗങ്ങൾ ആ സമയത്ത് അണികളെ തിളപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ്. പക്ഷേ ഒരു ഗുരുതരമായ ഒരു പകർച്ചവ്യാധിയുടെ മുനമ്പിൽ നിൽക്കുമ്പോൾ നിരുത്തരവാദപരമായ പരാമർശങ്ങൾ ഇത്തരം നേതാക്കന്മാരൊന്നും നടത്തിക്കൂടാ. നടത്തിയാൽ ഇതുപോലെ ഇരിക്കും, ഇതുപോലെ തിരിച്ചടിക്കും, അത്ര തന്നെ. അതായത് അദ്ദേഹത്തിൻ്റെ തന്നെ പ്രസ്താവന വാക്കുകൾ എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ ഗ്രൂപ്പ് ഡാൻസ് നടന്നുകൊണ്ടിരിക്കുക. ഇങ്ങനെ ഒരു പാൻഡമിക്കിനെ പ്രതിരോധിക്കുവാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണത്. ആ രണ്ട് സർക്കാരിനെ തുടർന്ന് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അദ്ദേഹം സിംഗിൾ ഡാൻസ് കളിക്കുകയായിരുന്നു. അത് അദ്ദേഹം കേവലം 2-3 കയ്യടിക്ക് വേണ്ടി അദ്ദേഹം നടത്തിയ ഒരു പ്രസ്താവനയായിട്ടാണ് ഞാനതിനെ കാണുന്നത്. അത് അങ്ങേയറ്റം മോശം തന്നെയാണ്. അത് സത്യത്തിൽ അദ്ദേഹം ഏറ്റുപറയണമായിരുന്നു. അത് ആ ഘട്ടത്തിലാണ്. പക്ഷെ അദ്ദേഹം ഇന്ന് പറഞ്ഞിരിക്കുന്നത് അത് ഈ കസേരക്ക് ബാധകമല്ല എന്ന് വെച്ചാൽ അതിപ്പോൾ എനിക്ക് ബാധകമല്ല. അന്ന് ഞാൻ ഇപ്പോൾ വേണമെങ്കിൽ മറ്റ് ശൈലജ ടീച്ചറോ അല്ലെങ്കിൽ വീണ ജോർജോ ഒക്കെ തിരിച്ചത് പറഞ്ഞോട്ടെ എന്നായിരിക്കും ചിലപ്പോൾ അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. അദ്ദേഹം ഇത്തരം സാഹചര്യങ്ങളെയൊക്കെ മികവോടെ കൈകാര്യം ചെയ്തെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. എനിക്ക് ആ ശുഭാപ്തിവിശ്വാസം തന്നെയാണുള്ളത്, അതിനകത്ത് സംശയമില്ല. തീർച്ചയായും നിപ്പ വൈറസ് ബാധയെ പ്രതിരോധിക്കുന്നതിലും നിയന്ത്രിക്കുന്നതിലും ലോകത്ത് തന്നെ മാതൃകയായ ഒരു പ്രതിരോധ ശൈലിയാണ് കേരളം കെട്ടിപ്പടുത്തിട്ടുള്ളത്. ആദ്യമായി നിപ്പ റിപ്പോർട്ട് ചെയ്തത് മുതൽ കൃത്യമായ ആസൂത്രണത്തിലൂടെയും ശാസ്ത്രീയമായ ഇടപെടലിലൂടെയും വലിയൊരു ദുരന്തമാവുകയായിരുന്ന മഹാമാരിയെ തളയ്ക്കാൻ കേരളത്തിലെ ആരോഗ്യരംഗത്തിന് സാധിച്ചിട്ടുണ്ട്. വീണ്ടും ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം കേരളം വീണ്ടും നിപ്പ ഭീതിയിലായിരിക്കുന്നു. ഇതിനിടെ നിപ്പയോടൊപ്പം ഷിഗല്ല അടക്കമുള്ള പകർച്ചവ്യാധികളും കേരളത്തിൽ പിടിമുറുക്കിയിരിക്കുകയാണ്. കുട്ടികളിലേക്ക് അടക്കം വ്യാപകമായി പകരുന്ന ഇത്തരം രോഗങ്ങളെ തടയിടാൻ നമ്മുടെ ആരോഗ്യരംഗത്തിന് സാധിക്കേണ്ടതുണ്ട്. അത് മുൻകാലങ്ങളിൽ പ്രാവർത്തികമാക്കിയിട്ടുള്ളവരാണ് ഇവിടെ ആരോഗ്യ സംവിധാനങ്ങൾ എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇപ്പോൾ ചികിത്സയിലുള്ള മുഴുവൻ ആളുകൾക്കും ഉടൻ സുഖം പ്രാപിക്കാൻ കഴിയട്ടെ എന്ന് പ്രത്യാശിക്കുന്നു. പൊതുജനങ്ങൾ അതീവ ജാഗ്രത പുലർത്തേണ്ട സമയമാണ് കടന്നു പോകുന്നത് എന്നുകൂടി ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു.